നമസ്കാരം. നമ്മളെല്ലാവരും ഈയിടെയായിട്ട് വളരെ ശക്തമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് നാണ്യപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷനെ പറ്റി പലരും പല രീതിയിലാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അത് നല്ലതാണോ ചീത്തയാണോ, അതുകൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണ്, ഇങ്ങനെ പല സംശയങ്ങളും പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിൻ്റെ ഒരു സംശയങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ്, ഭാരതത്തിൽ ഇന്ന് കൊണ്ടായിട്ടുള്ള വളരെ ചെറിയ ഇൻഫ്ലേഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഗുണമാണോ ദോഷമാണോ, അതിൻ്റെ സംശയങ്ങൾ നമുക്ക് ദൂരീകരിക്കാനായിട്ട് ശ്രമിക്കാം. അതെ, ഇപ്പോൾ നമ്മൾക്ക് പലരും സംശയിക്കുന്ന ഇൻഫ്ലേഷൻ കുറഞ്ഞല്ലോ, ഇന്ന് 2% വരെ താഴെയായി. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഈ നിത്യോപയോഗ സാധനങ്ങളോ അല്ലെങ്കിൽ എനിക്ക് കടയിൽ പോയി സാധനങ്ങളോ എല്ലാം കൂടെ വാങ്ങിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു വില കുറവ് എനിക്ക് ഉണ്ടായില്ല, അല്ലെങ്കിൽ അതിനൊരു സേവിങ് ഉണ്ടായില്ല? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇൻഫ്ലേഷൻ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേറ്റ്, അതിൻ്റെ തോത് കുറഞ്ഞു എന്നാണ്. അപ്പോൾ ഒരു പെർസെൻറ്റേജ് ആണ് എന്ന് പറഞ്ഞാൽ വില വർധനവുണ്ട്, എന്നാൽ ആ വർധനവിൻ്റെ തോത്, അതിൻ്റെ നിരക്ക്, അതിൻ്റെ റേറ്റ് പണ്ട് 5-8% വരെയൊക്കെ പോയിരുന്ന ഇൻഫ്ലേഷൻ ഇന്ന് വിലക്കയറ്റം ഇന്ന് 1% മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ 2% മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വിലക്കയറ്റം ഉണ്ടെങ്കിലും അത് വളരെ മെല്ലെ പതുക്കെ ആയിട്ടുള്ള ഒരു വിലക്കയറ്റമാണ്. അതുകൊണ്ട് വിലക്കുറവല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്, വില കൂടുതൽ ഉള്ളതിൽ ഒരു വളരെ സ്ലോ ആയിട്ടുള്ളൊരു പ്രോസസ്സ് അല്ലെങ്കിൽ പ്രോഗ്രസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം നമ്മളാരും ഇൻഫ്ലേഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് വിലക്കയറ്റമുണ്ട്, പക്ഷേ അതിൻ്റെ പെർസെൻറ്റേജ് കുറവാണ് എന്നുള്ളതാണ്. അപ്പം നാച്ചുറലി നമുക്ക് ഒരിക്കലും ഒരു പ്രൈസ് 10 രൂപയായിരുന്നതിന് 10 രൂപ 11 രൂപയായാൽ 10% ഇൻക്രീസ്. ഇയർ ഓൺ ഇയർ ആണ് കാൽക്കുലേറ്റ്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പ്രൈസിനും ഈ വർഷം ഉണ്ടായിരുന്ന പ്രൈസിനും ഇപ്പോൾ ഒരു ചായക്ക് 10 രൂപയായിരുന്നു, ഇന്ന് അത് 11 രൂപയാണെങ്കിൽ ആ 1 രൂപയെന്നല്ല 10% പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ആ നിരക്ക് എന്ന് പറഞ്ഞാൽ വെറും 2% ഇന്നത്തെ ഒരു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഇതൊരു ആവറേജാണ്. അപ്പം ചിലതിന് വില കൂടാം, ചിലതിന് വളരെ വില കുറയാം. ഇങ്ങനെയുള്ളതിൻ്റെ ഒരു ആവറേജ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ ഇൻഫ്ലേഷൻ നിരക്കിനെ പറ്റി പറയുന്നത്. അപ്പം എനിക്ക് വിലക്കുറവ് കിട്ടിയില്ല, ഇൻഫ്ലേഷൻ ഇത്രയൊക്കെ കുറഞ്ഞിട്ടും എനിക്ക് കടക്കാർ ഇത് തന്നില്ലല്ലോ എന്ന് പറയുന്നതല്ല. അതിൻ്റെ നമുക്ക് വില കൂടുതലുണ്ടായതിൻ്റെ ആ നിരക്ക്, ഒരു തോത് വളരെ കുറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.